ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പം ഞാൻ എൻ്റെ ഒരുപാട് വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം എന്നുള്ളത്. അപ്പോൾ അത് പല കാരണങ്ങളാൽ അത് ഇങ്ങനെ നീണ്ടു പോവുകയുണ്ടായത്. സാമ്പത്തികം തന്നെയാണ് മെയിൻ പ്രശ്നം. ഞാൻ ബൈക്കിൽ പോകണം എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, ഒന്നും നടന്നില്ല. അവസാനം ഞാൻ എൻ്റെ തീരുമാനം മാറ്റി സൈക്കിളിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പ് തുടങ്ങുകയാണ്. നമ്മുടെ ചാലിശ്ശേരി ഗ്രൗണ്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ ഇതെല്ലാം ചെയ്യണം. പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇന്ന് മുതൽ ഞാൻ എൻ്റെ ഓൾ ഇന്ത്യ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പം ഇനി നമുക്ക് പോകാനുള്ളത് ചാലിശ്ശേരി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇനി പോകാനുള്ളത് ഇവിടെ കൂറ്റനാട് പള്ളിക്കാണ്. അപ്പോൾ നമ്മുടെ കൂറ്റനാട് പള്ളിയിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ല, സൈക്കിൾ തിരഞ്ഞെടുക്കാൻ കാരണം ബഡ്ജറ്റ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് സൈക്കിൾ തിരഞ്ഞെടുക്കാൻ കാരണം. വിത്തൗട്ട് മണിയിലാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്, വിത്തൗട്ട് മണി എന്നുള്ള കോൺസെപ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് കൂറ്റനാട് പള്ളി കാണാം. ഞങ്ങളുടെ കൂറ്റനാട് പള്ളി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിയല്ല പോകേണ്ടത്. ശരിക്കും നമുക്ക് തിരിച്ചു പോകണം. എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് തിരിച്ച് വന്നിട്ട് പോവാം. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. മോർണിംഗ് ആയതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ, വെയിലൊക്കെ അടിച്ചിട്ട്. ഇളം വെയിലാണ്. വെയിൽ കുറച്ച് കഴിഞ്ഞാൽ സീൻ മാറും, സീൻ കോൺട്രാവും. അതുവരെ റൈഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് ചായക്കട ഉണ്ടായിരുന്നു, അവിടെ ഒന്ന് പോയി നോക്കാം. ചായ ഉണ്ടെങ്കിൽ അതൊരു ചായയും കുടിക്കാമല്ലോ. വെയിൽ കാരണം ശരിക്കും കിട്ടിയില്ല. അപ്പം ഞാൻ ഓപ്പോസിറ്റ് എടുക്കാമെന്ന് വെച്ച്. ഇവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പം യാത്ര തുടരുകയാണ്. ഇതുപോലെ പോണ വഴിയിലുള്ള നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം എല്ലാവരും വീഡിയോയിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഷോർട്സാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്, പക്ഷെ എത്ര മിനിറ്റ് ഇത് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വിചാരിച്ച പോലെ ഒന്നുമല്ല. ആൾക്കാരുടെ നല്ല പ്രതികരണം ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്, എന്താ പരിപാടി, എന്താ സംഭവം, എല്ലാവരും ചോദിക്കണൊക്കെ ഉണ്ട്. നൈസ് പരിപാടിയാണ്. ഇങ്ങനത്തെ ശരി, നമുക്ക് പെട്ടെന്നായിട്ടൊരു പ്ലാനിങ്ങോ ഇന്ന സമയത്ത് ഇത്ര സമയം കൊണ്ട് അവിടെ ഇത്രയൊന്നും ഇല്ലാത്ത കാരണം പത്ത പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പെരിങ്ങോർ റോഡിനാ? പെരിങ്ങോർ റോഡിലൊരു ഫേമസ് ബേക്കറി ഉണ്ടല്ലോ. മനസ്സിലായി. നമുക്കറിയാം വയനാട്ടിലുള്ള ഭാഗങ്ങൾ ഓഡിറ്റോറിയം ഉണ്ടല്ലോ. ഞാൻ ചാലിശ്ശേരിന്നാ വരുന്നത്. ചാലിശ്ശേരിയോ? ഞാൻ പട്ടാമ്പിയാണ്. പട്ടാമ്പി എവിടെ? പട്ടാമ്പി കോഴിക്കോടല്ലേ. ഞാനൊരു ഓൾ ഇന്ത്യ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ. അതെ, ശരിയാണ്. എന്ത് വണ്ടി ഓടിക്കണല്ലേ? ഞാൻ സ്ക്രാപ്പിന്റെ പരിപാടിയാണ്. മെമ്പറാണല്ലേ? ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതെന്താ നമ്മൾ കുറെ വർഷങ്ങളായി ചെയ്യാൻ. നല്ല പരിപാടിയല്ല. സ്ക്രാപ്പ് മോശം പരിപാടിയാണ്? മോശം പരിപാടിയൊന്നുമല്ല. ഞാൻ നിങ്ങളെ കണ്ടേക്കുമ്പോഴേ ഇങ്ങനെ നമ്മളിത് നമ്മള് യൂട്യൂബിലും മറ്റേ ചാനലുണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇപ്പുറം പാലം വെയിലായി തുടങ്ങിട്ടോ. 10 മണിയാകുമ്പോഴേക്ക് തന്നെ നല്ല വെയിലായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കുറച്ചേരം ഇവിടെ റെസ്റ്റ് എടുക്കേണ്ടി വരും. ഭയങ്കര വെയിലാണ്. പിന്നെ അത് മാത്രമല്ല, സൈക്കിളിൻ്റെ ബ്രേക്കും സീനായി. തുടങ്ങിയ ദിവസം തന്നെ ബ്രേക്ക് പണി കിട്ടി. അപ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ റെഡി ആക്കിയിട്ട് വേണം പോകണമെങ്കിൽ. പുതിയ പാലം കണ്ട, പുതിയ പാലം അതിൻ്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പഴയ പാലത്തിൽ കൂടെ പോകണത്. പാലം അടിപൊളിയായിട്ടുണ്ട്, മനസ്സിലായിട്ട്. അല്ലാണ്ട് 29 സ്റ്റേറ്റ്സിലും പോകുന്നുണ്ട്. പിന്നെ പോരാണ്ട് നേപ്പാൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നേപ്പാൾ പോകും. പട്ടാമ്പി അല്ല കറക്റ്റ്. ഞാൻ പട്ടാമ്പി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ചാലിശ്ശേരി എന്ന് പറയും. ചാലിശ്ശേരി ചാലിശ്ശേരി.
അപ്പൊ തിരുനാവായ എത്തിയപ്പോൾ നമ്മുടെ തിരുനാവായ കറക്റ്റ് അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഇവരൊക്കെ കൂടി ഒരു സ്വീകരണം തരാറുണ്ട്. അപ്പൊ അതിന് വേണ്ടി നിർത്തുക. ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു, തിരിച്ചു വിളിച്ചതാണ്. പേര് പറയും, നിങ്ങളൊക്കെ ഒന്ന് പേരൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാനൊക്കെ ഒന്ന് പറ്റും. പേര് പറഞ്ഞു. ഞാൻ അബ്ദുൾ റഷീദ്. പേര് പറഞ്ഞു. സതീഷ് ബാബു. റിയക്കോ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അതിന്റെ പ്രവർത്തകരാണ്. അപ്പോ പല മേഖലകളിൽ നിൽക്കുന്ന ഈ സംഘടന ഈ നാളെ ഗാന്ധി ജയന്തിയാണ്. അപ്പൊ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ സ്തൂപൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആ പ്രവർത്തനം കഴിഞ്ഞ് അപ്പോഴാണ് നിങ്ങൾ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഒരു ആള് ദേശീയ പതാകയായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടത്. ദേശീയ പതാകയായി പോകുമ്പോൾ നിങ്ങളുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ അതേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന നല്ലൊരു സന്ദേശം ഉയർത്തിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. അത് വളരെയധികം പ്രചോദനം അതുപോലെ ആണ് അല്ലേ? വരാനിരിക്കുന്ന യുദ്ധം വെള്ളത്തിനായിരിക്കും. നമുക്കറിയാം, രാജ്യത്തിന്റെ ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഉച്ചകോടികൾ വിളിച്ചുകൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ രാജ്യത്തുടനീളം നടന്നുകൊണ്ട് അതിന്റെ സന്ദേശം രക്തത്തെ സേവിക്കുക, മറ്റ് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പട്ടാമ്പി ചാൽസേ സ്വദേശിയായ ശ്രീ ജാഫർ ജെ നടത്തുന്ന യാത്ര മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ഒഴിക്കപ്പെട്ടിട്ടുള്ള തിരുനാവായ നിളാനിധിയുടെ തീരത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി റിയക്കോയുടെ പ്രസിഡന്റ് ശ്രീ റഷീദയും ശ്രീ മുഹമ്മദ് അലിയും ശ്രീ അലിഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളെ അതിനോട് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് സഹായിക്കുന്നു. എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ യാത്ര തുടങ്ങി അന്ന് തന്നെ എനിക്കൊരു സ്വീകരണം ഇവിടുന്ന് എല്ലാവരും കൂടെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എനിക്കിതുവരെ കിട്ടിയ എനിക്ക് അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു സ്വീകരണം, അടുത്ത കാലത്തൊന്നുമില്ല, എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലത്ത് എനിക്ക് ഇതുവരെ സ്വീകരണം കാര്യമൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നിങ്ങളൊരു സ്വീകരണം തന്നത് വലിയ സന്തോഷമുണ്ട്. എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഇറങ്ങിയ അന്ന് തന്നെ ഒരു സ്വീകരണം കിട്ടാന്ന് പറഞ്ഞാൽ സന്തോഷമായി. സുഹൃത്തുക്കളെ, ഞാനിപ്പോഴേ കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ തിരൂർ എത്തിയപ്പോൾ മുതൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ സ്വഭാവം കാണിക്കും. എന്താണെന്നറിയോ? വിശന്നിട്ടിരിക്കണോ, അതെന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും വേണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ എന്നോട് നിർത്തി വെച്ചിരിക്കുക, ഞാൻ വന്നിട്ട് എന്തെങ്കിലും വാങ്ങി തന്നിട്ട് നീ തിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ആളിപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നത്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവരുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ്. അത് പ്രത്യേകിച്ച് സൽക്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവരെന്തായാലും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇങ്ങോട്ട് വിളിച്ചവരുടെ സ്വഭാവം തന്നെ സ്വഭാവം ഒരു കാണിച്ചു, എന്നെ ഇങ്ങോട്ട് നിർബന്ധിച്ച് വിളിച്ചു കൊടുത്തു. അതാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ പ്രത്യേകത. അതാണ് കാര്യത്തിലും പൈസ കൊടുക്കലും എന്താ വേണ്ട വെച്ചാൽ കച്ചവടം കേട്ടോ ആൾ ഓടി. ആൾ പേര് പറയാനൊന്നും കൂട്ടാക്കില്ല. ഞാൻ നിർബന്ധിച്ചിട്ട് ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ശരി, ഇതുപോലെ ഈ ഒരു ഏരിയയിൽ വന്നാലൊരു പ്രത്യേകതയാണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഇതുപോലെ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കാൻ കഴിച്ച് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ ഒരു പ്രത്യേക സ്നേഹം വേറെ തന്നെയാണ്. ജ്യൂസ് കൂടെ കഴിഞ്ഞ് നേരെ കയറി വന്ന് നോക്കുമ്പോൾ അടുത്ത കയറ്റം ഒരു ഇഷ്ടമില്ലാത്ത കയറ്റം തോന്നുന്നുണ്ട്. സ്വർഗത്തേക്കുള്ള പണ്ട് ഞാനിവിടെ ഒരു പടം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അത്. അതിൻ്റെ ഉള്ളിലൊരു പഴയൊരു കടയുണ്ട്. അതന്നെ പണ്ട് ഞാനിവിടെ ഒരു പടം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ യാത്രയുടെ അവസാനിക്കാൻ സമയമായി. ഇനി ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം സൗകര്യം സമയങ്ങളൊക്കെ നോക്കണം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. മിക്കവാറും കോഴിക്കോട് സെൻറ്ററിൽ എവിടെയെങ്കിലും ഞാനിന്ന് ടെൻ്റ് അടിച്ചിട്ട് സ്റ്റേ ചെയ്യുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ.